ഐ ആം ബാക്ക്. ഞാൻ നിങ്ങളുടെ പുതുനായകൻ MK സലീം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഡേ ചീഫ് മിനിസ്റ്റർ ഒരു പ്രിജുഡിസും ഇല്ലാതെ പറയാണ്, ഡു ഗുഡ് തിങ്സ്, യു ഗോട്ട് 1 more year, ഓക്കെ, യു ഡു ഗുഡ് തിങ്സ്, വിൽ സപ്പോർട്ട് യു ഹോൾ ഹാർട്ടഡ്ലി. അവിടെ നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷെ ഇഫ് യു ഡു ബാഡ് തിങ്സ് ലൈക്ക് ഈ പ്രാച്ചിമട ആൻഡ് അല്ല ഈ പാലക്കാടത്തെ ബ്രൂവറി ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് അതർ തിങ്സ് വിച്ച് ഈസ് വെരി ഹാർംഫുൾ ടു ദ പീപ്പിൾ ഓഫ് കേരള, then we'll oppose you. Don't get aggrieved. ഇതിനകത്ത് അഗ്രീവ്ഡ് ആവേണ്ട കാര്യമില്ല, ബിക്കോസ് യു ആർ അവർ ചീഫ് മിനിസ്റ്റർ, ഓക്കെ. Especially I like you because the way you do things. Once you make up your mind, you'll do it. That I like it. But the thing is, that must be for a good cause, not for a bad cause, which has to be liked by the people of Kerala. ഇന്ന് ഹൈക്കോടതി കൊടുത്ത പിണറായി സർക്കാരിന്റെ തലക്കിട്ട് കൊടുത്ത കൊട്ടുണ്ടല്ലോ, ആ കൊട്ടോട് കൂടി സത്യം പറഞ്ഞാൽ പിണറായി സർക്കാർ രാജിവെച്ച് വീട്ടിൽ പോകണം. മാനവും മര്യാദയുണ്ടെങ്കിൽ, റൂൾ ഓഫ് ലോയെ നമ്മൾ വിലമതിക്കുന്നുണ്ടെങ്കിൽ, എന്തോ എന്ന് ഹൈക്കോടതി പറഞ്ഞ മുനമ്പത്തെ 104 ഏക്കർ അത് വഖഫ് ഭൂമിയാണെന്ന് ഒരു കോടതി സ്ഥിരീകരിച്ച സ്ഥിതിക്ക്, who gave you the authority to appoint a judicial enquiry commission to ascertain things? അത് ഒരു കോടതി വിധിച്ചു കഴിഞ്ഞ് അതിന്റെ മേൽക്കോടതിക്ക് ഇനി എന്തെങ്കിലും പറയാൻ പറ്റത്തില്ല. ഒരു കോടതി വിധിച്ചു കഴിഞ്ഞാൽ, ലോവർ കോർട്ടായാലും ഏത് കോർട്ടായാലും വിധിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഒരു ബോഡിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും അത് ശരിയല്ല എന്ന് പറയാൻ അതിന്റെ മേളിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ കൊണ്ടുവച്ച് കമ്മീഷനെ വെച്ചത് തന്നെ തെറ്റല്ല, ഇല്ലീഗൽ. അതായത് കോടതി ഹൂ ഗേവ് യു ദ അതോറിറ്റി, എന്ത് അധികാരത്തിൽ നിങ്ങൾ ജുഡീഷ്യൽ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു എന്ന്. അപ്പൊ ഇവിടെ കുറെ ആൾക്കാർ വന്ന് ബഹളം ഉണ്ടാക്കിയ റൂൾ ഓഫ് ലോ നിയമം കയ്യിലെടുത്തു കഴിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്ത് കോപ്രായവും ഭരിക്കുന്ന സർക്കാർ കാണിക്കുന്നില്ല എന്റെ അർത്ഥം, കോടതിയെ പോലും ബഹുമാനിക്കാതെ. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത്, ഹൂ ഗേവ്, നിങ്ങൾക്ക് ആര് തന്നി അതോറിറ്റി ഇങ്ങനെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ? when the court has ruled that it is a waqf land. അതുകൊണ്ടാണല്ലോ അങ്ങനെ കോർട്ട് റൂൾ ചെയ്തുകൊണ്ടാണല്ലോ ഇവര് ഞങ്ങളെ ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ താമസിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വീടുള്ള ആൾക്കാർ അവിടെ ബഹളം ഉണ്ടാക്കിയിട്ട് കോടതി ചെന്നിട്ട് ഞങ്ങൾക്ക് ടാക്സ് അടയ്ക്കാൻ പോയി പണി നോക്കാൻ പറഞ്ഞില്ലേ കോടതി? അവനവന്റെ വസ്തുവിനും അവനവന്റെ പ്രോപ്പർട്ടിക്കും റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു പ്രോപ്പർട്ടിയും ഭരണഘടന തരുന്ന, അതിൽ ടാക്സ് അടയ്ക്കാൻ ഏത് കോടതിക്ക് പറയാൻ പറ്റും? ഇവിടെ കോടതിക്ക് അടയ്ക്കാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞ. അപ്പൊ അങ്ങനെ ഡിസ്പ്യൂട്ട് കിടക്കുന്ന ഒരു സംഭവം ഒരു ജുഡീഷ്യൽ കമ്മീഷനെ കൊണ്ടുവച്ച് ആരെ പ്രീതിപ്പെടുത്താൻ? വോട്ട് മേടിക്കാനാ? അങ്ങനെ വോട്ട് കിട്ടുമോ നിങ്ങൾക്ക്? അപ്പൊ വോട്ടിന് വേണ്ടി എന്തും അട്ടിമറിക്കും ഈ സർക്കാർ. അതാണ് ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ കൊട്ടാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്, ഇല്ലേ? അവിടെ കുറച്ച് അച്ഛന്മാരും കുറച്ച് BJP-ക്കാരും ഒരു രാഷ്ട്രീയ പാർട്ടികളും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സമരിയും സംസാരവും. എന്തിനാ ഈ സംസാരം? അച്ഛന്മാരെ പോയി കാണുന്നു, മുസ്ലിം ലീഗുകാർ പോയി അവിടെ കാണുന്നു, BJP-ക്കാർ പോയി അവിടെ ഭയങ്കര പ്രക്ഷോഭം ഉണ്ടാക്കുന്നു. മറുനാടൻ മലയാളിയെ ഷാജിനെ പോലുള്ളവർ പോയി, ഞാൻ നിങ്ങളെ കൂടെ നടക്കും, ഇവിടുന്ന് നിങ്ങൾ നടക്കണം സെക്രട്ടേറിയറ്റ് വരെ, ഞാനും ഉണ്ട് ഫ്രണ്ടിൽ. എന്താത്തിന്? റൂൾ ഓഫ് ലോ ഉണ്ടെന്ന് ഈ നാട്ടില്, അകത്താവും. അപ്പോ ഇന്ന് ചെയ്യേണ്ടത്, മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എന്താ? ഇതിലും വലിയ കൊട്ട് കിട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആ ജുഡീഷ്യൽ കമ്മീഷനെ പിരിച്ചുവിടണം. ഇല്ലെങ്കിൽ നാട്ടുകാരെ പൈസ എടുത്ത് ദുർവിനിയോഗം ചെയ്യുന്ന മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പബ്ലിക് ഫണ്ട്സ്, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പബ്ലിക് ഓഫീസ്, ഇംപ്രോപ്പറേറ്റി, ഇതെല്ലാം ഇതിനകത്ത് വരെയാണ് മുഖ്യമന്ത്രിയുടെ തലയുടെ മേലിൽ. ഞാൻ പോയി കേസ് കൊടുക്കും, ഞങ്ങളെ ടാക്സ് പേഴ്സിന്റെ പൈസ എടുത്താൽ ഇങ്ങനെ ദുർവിനിയോഗം ചെയ്യുന്ന കോടതി ഇങ്ങനെ റൂൾ ചെയ്തിട്ടും ആ കമ്മീഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഡെയിലി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുകയാണ്, ഒരു കാര്യമില്ലാതെ അവർക്ക് ചുമ്മാ കുറെ സ്റ്റാഫിനെ വെച്ചോണ്ട് എന്ന് പറഞ്ഞോണ്ട്. ഞാനല്ല, ആര് പോയാലും കോടതി അപ്പോഴേ റൂൾ ചെയ്യും, അടുത്ത തട്ട് കിട്ടും. അപ്പൊ അടുത്ത തട്ടും കൂടെ കിട്ടിയിട്ട് രാജിവെക്കാനാണ് പരിപാടി. അത് വേണ്ട, ഇപ്പോഴേ റിട്ടയർഡ് ജസ്റ്റിസിനാണ് വീട്ടിൽ പറഞ്ഞു വിട്ടത്.
കൊടുത്ത കാശ് പോട്ടെ, ഇനി കൊടുക്കാതിരിക്കാമല്ലോ, ഇനി രക്ഷപ്പെടാം. ഈ ടാക്സ് പേഴ്സിന്റെ പൈസ ഇങ്ങനെ ദുർവിനിയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരും പിന്നെ കോടതി പോകത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എല്ലാ ആദരവോടും കൂടി പറയാണ്, യു മസ്റ്റ് ക്യാൻസൽ ദി അപ്പോയിന്റ്മെന്റ് ഓഫ് ദ ജുഡീഷ്യൽ കമ്മീഷൻ ടുഡേ ഇറ്റ്സെൽഫ്. കോടതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന നിരീക്ഷിച്ചിരിക്കുന്ന സ്ഥിതി ഇതിന്റെ അപ്പുറം ഒന്നുമില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ അത് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ ഇതിന്റെ മേൽ വേറെ ആളുകൾ വേറെ കേസുമായിട്ട് പോകും. ഇവിടെ അങ്ങനെ ആർക്കും നിയമമൊന്നും കയ്യിലെടുക്കാനൊന്നും പറ്റത്തില്ല. കയ്യിലെടുക്കാൻ പറ്റുന്ന രാജ്യമല്ല ഇത്. വല്ല സിലോണിലോ സിംഗപ്പൂരിലോ അല്ലെങ്കിൽ സിംഗപ്പൂരിലല്ല, വല്ല പാകിസ്ഥാനിലോ ഒക്കെ ആണെങ്കിൽ നടക്കും. ഇന്ത്യയിൽ അത് നടക്കത്തില്ല. റൂൾ ഓഫ് ലോ, നിയമവ്യവസ്ഥ ഉള്ള രാജ്യമാണ്. ആ രാജ്യത്ത് ഇങ്ങനെ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ അപ്പുറം ആർക്കും പോകാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇന്ന് വെച്ച് കുര്യനാണ് ആര് ജഡ്ജിയാണെന്ന് പേര് നല്ലോണം ഞാൻ കേട്ടില്ല. ഞാൻ ഒരുപാട് കേസ് അദ്ദേഹത്തിന്റെ ബെഞ്ചിന് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്, പബ്ലിക് ഇൻട്രസ്റ്റുകളും. അപ്പൊ അതുകൊണ്ട് നാച്ചുറലി ഇന്ന് തന്നെ ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ ഒരുപാട് നാണം കിടേണ്ടി വരും ഈ പിണറായി സർക്കാർ. ദിസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്.